അറിയുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവാണ്ടോ. വൻ കോമഡിയാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു നിയമങ്ങളും പോലും ബാധകമല്ലാത്തൊരു പ്രദേശം കൂടിയാണ് മലാന വില്ലേജ്. പ്രോപ്പറായിട്ടൊരു ഹോസ്പിറ്റലില്ല, ബേസിക് ഫീച്ചേഴ്സും മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ ലൈഫ് ഇവിടെ സെറ്റിൽഡാട്ടോ. ചെന്നൈയിൽ വന്നിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം ഒന്നായിരിക്കും, മല്ലേരെ 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 മാൽ മാൽ മാൽ. ഒരു വില്ലേജ് മൊത്തം ഹാഷ് റബ്ബ് ചെയ്ത് കയറ്റി വെച്ചേക്കാൻ കേട്ടോ. നടക്കാൻ പറ്റില്ല ഇതിൽ കൂടെ. വലിയൊരു കോമഡി ഉണ്ട് ഇവിടെ. 2-3 ടൈപ്പ് പോരാ, അതിലേറെ ടൈപ്പ് വെറൈറ്റി ഓഫ് ഹാഷസ് അവൈലബിൾ ആണ്. മലാന ക്രീം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതുകൂടാണ്ട് റെഡ് ഐസ്, സൂപ്പർ റെഡ് ഐസ്, ഗ്രീൻ ഐസ് തുടങ്ങിയ വെറൈറ്റി ശേഖരങ്ങളുടെ ഒരു നീണ്ട കലവറ തന്നെയാണ് ഓരോരുത്തരുടെയും കീശ. പേഴ്സണൽ ഒപ്പീനിയനൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ വല്ല ഷസാമോ വല്ല വിക്കിതങ്ങൊക്കെ ആവേണ്ടി വരും. നശിപ്പടേ കനം നശിപ്പ്. ഭാവിയിൽ റെഡി ആവായിരിക്കും കേട്ടോ. ഇവിടെ ഭയങ്കര ടൂറിസം പോസിബിലിറ്റീസ് ഉണ്ട്. ഡാമിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിയാറായുണ്ട്. റോഡിൻ്റെ പണി അവർ തുടങ്ങിയിട്ടില്ല. അതും കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മലാന വില്ലേജിൻ്റെ ടോപ്പിലേക്കുള്ള വഴിയും കൂടി അവർ ചെയ്തെടുക്കും. എന്തായാലും ഭാവിയിൽ ഇത് ഭയങ്കര ഫേമസ്ഡ് വില്ലേജ്. ഓൾറെഡി ഫേമസ്ഡ് ആണ്. അത് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഭയങ്കര സെറ്റപ്പ് ആവേ. പിന്നെ അറിയാൻ സാധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവന്മാരൊക്കെ കോടീശ്വരന്മാരാണ്. മൊത്തം കോടീശ്വരന്മാരാണ്. മലാനയിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഹിന്ദു മിത്തോളജിയിൽ നല്ല വിശ്വാസമുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ ദേവതയാണ്. ഓക്കെ, അമ്പലത്തിൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് ഇവർ ഓരോ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ആകെ ഒരു ഗ്രാമപഞ്ചായത്ത് 4 വാർഡ്, 4000 പേര്, സിമ്പിൾ. പിന്നെ ബാക്കിയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ പറയണ പോലെ എന്താ പറയുക, ലഹരി മണക്കുന്ന മലാന അങ്ങനെയൊന്നും വിശേഷിപ്പിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ കപ്പയും ഈ പറയണ പോലെ ഏത്തക്കയും എന്താ പറയുക, നാട്ടിലെ ചെറിയ കള പോലെ തന്നെ ഇവിടെ കൃഷിയാണ്. ഇത് കൃഷി, അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ വരണം. മാർച്ചിന് ശേഷം വരണം. മലാന കാണാൻ വേറെ ലെവലാണ്. ഫുള്ള് ഗ്രീനറി കണ്ട് അടിച്ചിട്ട് മലാന വേറെ ലെവലാവും. ഇത്രയും വർഷങ്ങളൊക്കെ ആയിട്ടും ഇത്രയും പേരെ കണ്ടിട്ടായിട്ടായാലും ഇവർക്ക് ആർക്കും അവരുടെ ആ പഴയൊരു ചിന്താഗതിയിൽ നിന്ന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. സ്റ്റിൽ അവർ പഴയ പോലെ തന്നെയാണ് അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സാധനങ്ങളൊക്കെ നിലത്ത് വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളത് നിലത്ത് നിന്ന് എടുക്കണം. നമുക്കും വല്ലതും അങ്ങോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിലത്ത് വെച്ച് തന്നെ കൊടുക്കണം. അതന്നിട്ട് അവർ എടുക്കുള്ളൂ. പിന്നെ ഇവിടെ മാക്സിമം ആർക്കും വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ റോപ്പ് വേയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം റോപ്പ് വേയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈഫ് ഓഫ് ലിവിങ്ങും കുറച്ച് എക്സ്പെൻസീവ് ആവട്ടോ. ലോക്കൽസിനല്ല, നമ്മൾ വിസിറ്റേഴ്സിന്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക, ഫുഡ് കഴിക്കുക, അങ്ങനത്തെയുള്ള പരിപാടികൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് കണ്ടിറങ്ങി പോകാനാണെന്നുണ്ടെങ്കിൽ ആ വക എക്സ്പെൻസീവ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ മലാനയെ പറ്റി കളക്ട് ചെയ്യാൻ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തു. നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് തെറിക്കണം. നമ്മളിനി ബാക്ക് ടു ഹോം സ്റ്റേ. ഇവിടെ മലാനയിൽ വരുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പറയണ പോലെ മലാന ടെമ്പിൾസിലൊന്നും നമ്മൾ പോയി തൊടാനൊന്നും പാടില്ല. 3500, 5000, 3500, 5000 ഇത് മാത്രമേ അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ അവർക്ക് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഈ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവരാരും ടച്ച് ചെയ്യാനോ ഈവൻ നമ്മൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ആയിരിക്കും അവരുടെ അടുത്തേക്ക് ചെല്ലണേ. പക്ഷെ അത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. നമ്മൾ മലാന ഇറങ്ങി തുടങ്ങി കേട്ടോ. നമ്മൾ മിറാങ് വഴി മലാന കയറി ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇറങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെഹിക്കിൾ കിട്ടി. അവിടെ വരയ്ക്കും നമുക്ക് എത്താൻ പറ്റും. നമുക്കിത് ഇങ്ങനെ ഒരു സാധനം അടിയിങ്ങനെ വരും കേട്ടോ. ഒരു റോപ്പ് വേ യൂസ് ചെയ്ത് കിലോ കണക്കിന് പൈസ കൊടുത്തിട്ടുണ്ടോ അവർ ഓരോ സാധനവും മലയാള വില്ലേജിൽ എത്തിച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞ പാത്ത് വേ ഉണ്ടോ കിട്ടിയേക്കുന്നത്. അതിൽ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക.
മലാനയുടെ ഈ സൈഡിലേക്കൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ അവിടെ തിരിയുമൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂ തന്നെയുണ്ടോ. മലാനയിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വിഷയമുണ്ടല്ലോ, ഒന്നും കൂടി കട്ട ക്ലിയർ ആവട്ടോ. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് പോവും, ഇതിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് പോവും. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിൽ ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ കിട്ടിയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാലേ ഇവിടെ തേൻ്റെ കൃഷിയും കൂടി അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഒരു വെറൈറ്റിയാണ്. നമ്മൾ മലാന കയറിയപ്പോൾ കടന്നുപോയ വഴികളാണ് കേട്ടോ കാണുന്നത്. ബാക്കി ഹിമാചലിൽ എവിടെയും നമുക്ക് ഹണി കൾട്ടിവേഷൻ കാണുന്നത് കൂടുകൾ, ചെറിയ ചെറിയ കൂടുകൾ വെച്ചിട്ടായിരിക്കും. പക്ഷെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു തടി അതിൻ്റെ സെൻറ്റർ കാർവ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്താണ് ശരിക്കും ഈ കൾട്ടിവേഷൻ നടക്കുന്നത്. അടിപൊളി പരിപാടിയല്ലേ. മലാനയുടെ ഉള്ളിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ആ മലാന ദേവത ബേസ്ഡ് ആയിട്ടുള്ളൊരു ബേസിക് റൂൾസ് ഉണ്ട് കേട്ടോ. അവർ നിർബന്ധമായിട്ടും അത് ഫോളോ അപ്പ് ചെയ്യണം. ഇറങ്ങി പോണ വഴി ഇച്ചിരി അഡ്വഞ്ചർ ഉള്ളതാണെങ്കിലും പക്ഷെ നൈസാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. മലാന കയറുമ്പോഴും മലാന ഇറങ്ങുമ്പോഴും ഒരുപോലെ തന്നെ എന്തു ഭംഗിയാണെന്നറിയും. ഈ ഒരു വ്യൂ ആണോ ശരിക്കും മലാനയുടെ സ്പെഷ്യലാക്കുന്നത്. ായിട്ട് പറഞ്ഞ വഴിക്കുണ്ട് കേട്ടോ. അയാളിങ്ങനെ പോക്കുണ്ട്. ഏറ്റക്കുഴലിൽ തോക്കും കൊണ്ടാണ് ആള് പോണേ. ഇങ്ങനെ ഇറങ്ങിപ്പോണതിനനുസരിച്ച് അടിപൊളിയാണോ. ശരിക്കും പറഞ്ഞത് ഒരു അഡ്വഞ്ചർ ട്രക്ക് തന്നെയാണ് കേട്ടോ. എങ്ങനെ നോക്കിയാലും ഇതൊരു കാനം അഡ്വഞ്ചർ ട്രക്ക് തന്നെയാണ്. കയറി വരാമെന്നുണ്ടെങ്കിൽ ഉപ്പാട് തള്ളിപ്പോയാനെ. ഇറങ്ങി പോണോണ്ട് വലിയ റിസ്ക് ഇല്ലാണ്ട് അറ്റൻഡ് ചെയ്ത് പോകും. പിന്നെ മാക്സിമം ഇതിലെ കല്ലുകളൊക്കെ അവർ മാർബിള് പോലെ കിട്ടേക്കാം. നടന്ന് ചവിട്ടി കഴിഞ്ഞാൽ തെന്നും ചെയ്യും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാണ്ടല്ലോ അഡ്വഞ്ചർ നൈസ് തന്നെയാണോ. നമ്മൾ മലാന കയറിയപ്പോൾ കടന്നു വന്ന വഴികളാണ് ഇത്. ഇത് ട്രക്ക് ചെയ്യുമ്പോഴത്തെ വിഷയം എന്നിട്ട് വെച്ചാൽ വീഡിയോ എടുക്കലാണ് ട്രക്കിങ്ങും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടി തെറ്റി ആനയും വീഴും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ട്രക്ക്. രണ്ട് പരിപാടിയും കൂടി അറ്റ് എ ടൈം നടക്കില്ല. സീനാണ് മോനെ സീൻ. ആ ട്രക്കിങ് ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ മരത്തുമ്പോൾ ഒരുപാട് ഇങ്ങനെ കോയിൻസ് ഒക്കെ അടിച്ചു വെച്ചാലുണ്ട്. കുറേ കോയിൻസ് ഉണ്ട്, കീസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഹിമാചലിലെ പണങ്കായ്ക്കുന്ന മരം. ഈ സാധനം ഇതിനു മുന്നേ ഒന്ന് കണ്ടുപോയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മലാന വിഷ്വൽസ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണം കായ്ക്കണ മരം കിട്ടി. വിത്ത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കൊറിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.